സംവിധായകൻ രഞ്ജിത്ത് പിണറായിക്ക് കീറാമുട്ടിയായി മാറുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റിയില്ലെങ്കിൽ പിണറായി നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധികളായിരിക്കും. ഇപ്പോൾ പറയാൻ വരുന്ന അതൊന്നുമല്ല, മറ്റു ചില കാര്യങ്ങളാണ്. നേരം പുലർന്നാൽ കണിയായി കെട്ട വാർത്തകൾ മാത്രം ഒഴുക്കിവിടുന്ന പുകക്കുഴലാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. ഇപ്പോൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭരണത്തിലെ ഏറ്റവും മ്ലേച്ഛ മുഖമായ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിന്റെ കേമത്തമാണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രിയെ ഉടുമ്പ് പിടിക്കും പോലെ കെട്ടിവെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഇനി അധികം വിവരിക്കേണ്ടതില്ല. സാംസ്കാരിക രംഗം എന്നത് ലക്ഷണമൊത്ത അധോലോകമാണ്. 10 പിണറായി വിജയന്മാർ ഒന്നിച്ചു പിടിച്ചാലും ഇതിൽ ഒരുത്തനെയും തൊടാനാകില്ല. പെണ്ണിന് പെണ്ണ്, മദ്യത്തിന് മദ്യം, പണത്തിന് പണം. ഒരു മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നതിൽ എത്രയോ ഇരട്ടി ആഡംബര സൗഭാഗ്യങ്ങളാണ് സാംസ്കാരിക വകുപ്പിന്റെ തലപ്പത്തുള്ളവർ ഖജനാവ് കൊള്ള ചെയ്ത് അർമാദിക്കുന്നത്. യഥാർത്ഥ റാസ്പുടിന്മാർ വിരാജിക്കുന്ന ഏതൻ തോട്ടമാണത്. ഇപ്പോൾ ചർച്ച ഒരു രഞ്ജിത്ത് എന്ന വിടനെക്കുറിച്ചാണല്ലോ. സാംസ്കാരിക വകുപ്പിനെ ചൂഴ്ന്നു നിൽക്കുന്ന ഭീമാകാരമായ മാഫിയയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല രഞ്ജിത്ത്, മഞ്ഞുമലയുടെ അറ്റം മാത്രം. ടച്ച് ആൻഡ് റൺ എന്ന് പറയാവുന്ന അപരാധം മാത്രമേ അവിടെ നടന്നതായി ഇരപോലും പറയുന്നുള്ളൂ. ഒരു തലോടൽ കൊണ്ടുള്ള കുളിര് പോലും ഈ നാറിക്ക് പകർന്നു കൊടുക്കാൻ വങ്കനാടിന്റെ ഈ പുത്രി തയ്യാറായില്ല. അതിന്റെ ജനുസ് മറ്റൊന്നാണ്. അവിടെയാണ് രഞ്ജിത്തിന് തെറ്റിപ്പോയത്. പേരും പെരുമയും പറഞ്ഞാൽ ലോകത്തിലെ വിഖ്യാത ചലച്ചിത്ര സൃഷ്ടാക്കൾ തന്നെയാണ് കേരളത്തിലെ സാംസ്കാരിക കൂടോത്രവും കുടച്ചക്രവും തിരിക്കുന്നത്. പക്ഷേ ആ പദവിയിലിരുന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സാമഗ്രികളിൽ നിന്ന് അടിച്ചു മാറ്റിയ കോടികളുടെ കണക്ക് കാണുമ്പോൾ കണ്ണഞ്ചി പോകുന്നുവെന്ന് ശക്തിധരൻ വീണ്ടും രംഗത്ത് വന്ന് പിണറായി സർക്കാരിന്റെ ചീഞ്ഞ് നാറിയ ഭരണത്തെക്കുറിച്ച് വെട്ടിത്തുറന്ന് പറയുകയാണ്. ദിവസം പുലരുന്നത് മുതൽ പിണറായിക്ക് അടിയോടടിയാണ്, 4 വഴിക്കൂടെയും അടി. ഇപ്പോൾ ശക്തിധരൻ നല്ല കൃത്യമായി മർമ്മം നോക്കിയാണ് അടിക്കുന്നത്. തീർന്നിട്ടില്ല, ശക്തിധരൻ പലതും വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. പൊളിച്ചിട്ടിരിക്കുന്ന വസ്തുവകകളുടെ നേർക്കാഴ്ച കാണാൻ പ്രതിപക്ഷ നേതാവ് തൃശൂരും കോഴിക്കോടും തിരുവനന്തപുരവും ഒന്ന് മിന്നൽ സന്ദർശനം നടത്തി നോക്കൂ. ഇതുവരെ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ എടുത്തു നോക്കിയാൽ ഇനിയുള്ള സർവീസിലെ ശിഷ്ടകാലം മുഴുവൻ ഇവനൊക്കെ കയ്യാമം വെച്ച് തന്നെ ജയിലിൽ കിടക്കും. അത്ര വലിയ കൊള്ളകളാണ് നടന്നിരിക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. നേർക്കുനേർ തെരുവിലിറങ്ങി അടിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്തുകൊണ്ട് സാംസ്കാരിക വകുപ്പിന് ഒരു ധവള പത്രം ഇറക്കിക്കൂടാ? ഒരു പണിയും എടുക്കാതെ സർക്കാരിന്റെ വേതാളങ്ങൾ എന്ന നിലയിൽ ഓരോ മാസവും ദശലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് കീശയിലാക്കുന്നത് ഇവരാണ്. എന്തൊക്കെ തരത്തിലുള്ള സംസ്കാരങ്ങളാണ് ഇവർ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലോകം മുഴുവൻ പാട്ടല്ലേ. ഒരു ഇസ്പേഡ് മന്ത്രിയെ ആരുടെയും കണ്ണു തട്ടാതിരിക്കാൻ നാട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട്. VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വാർദ്ധക്യത്തെ കൂസാതെ കാടും മലയും ചവിട്ടി മെതിച്ചാണ് കൊള്ള തടയാൻ ജനപിന്തുണയോടെ പോരാടി ചരിത്രം സൃഷ്ടിച്ചത്. അത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ വേണ്ടത് നഗര കേന്ദ്രീകൃതമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേതാളങ്ങളെ പറ്റെ അടിച്ചിറക്കി ചാണകം തളിക്കലാണ്. അവർ എഴുതിയ കവിതകളിലെ, കഥകളിലെ, നാടകങ്ങളിലെ കഥാപാത്രങ്ങളെ ആരാണ് അപഹരിച്ചു കൊണ്ടുപോയതെന്ന് നമുക്കറിയണ്ടേ? അതിന്റെ പേരിലല്ലേ ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ രോമം ഇവർക്ക് ഇക്കിളി ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ ചെയർമാൻ രഞ്ജിത്തും മുൻ ചെയർമാൻ KR മോഹനനും തമ്മിൽ താരതമ്യം തന്നെയില്ല. വിഖ്യാത അവാർഡ് ചിത്രമായ അശ്വത്ഥാമാവിന്റെ സംവിധായകനായിരുന്നു സാത്വികനായ മോഹനൻ. 3 വർഷത്തിലേറെ കാലം ആ ചിത്രം റിലീസിന് അവസരം കിട്ടാതെ പെട്ടിയിൽ പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു. നല്ല സിനിമയോടുള്ള സഹതാപം കൊണ്ടാണ് ആകസ്മികമായി ഒരു നാൾ KR മോഹനനെയും മറ്റും കൂട്ടി എറണാകുളത്ത് എൻ്റെ സുഹൃത്ത് കൺമണി ബാബുസേട്ടിനെ കണ്ട് KR മോഹനന്റെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുത്തിയത്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് അമിത പ്രാധാന്യം കൽപ്പിച്ചിരുന്ന കൺമണി ബാബുസേട്ട് അപ്പോൾ നിറഞ്ഞ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന തകര നിർത്തിവെപ്പിച്ച് അശ്വത്ഥാമാവിന് ഇടം നൽകി. ഞങ്ങൾ പോലും അത്രയും പ്രതീക്ഷിച്ചില്ല. അക്കാലത്ത് ഇത്തരം ആർട്ട് സിനിമകൾ ഉച്ചപ്പടങ്ങളായിട്ടായിരുന്നു ഓടിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് രാപകൽ സിനിമയായി ഓടിച്ചു. അതാണ് അന്നത്തെ പ്രശസ്ത സംവിധായകനോട് ഏഷ്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ ഉടമ കാണിച്ച ആദരവ്.
രഞ്ജിത്തിനെ പോലുള്ള കീടങ്ങളെ വലിച്ചു പുറത്തിടണമെന്നാണ് ശക്തിധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ CPM പിന്നെ പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്. എന്തായാലും രഞ്ജിത്തിന്റെ വിക്കറ്റ് വീഴാറായി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയേണ്ടി വരിക തന്നെ ചെയ്യും. അല്ലെങ്കിൽ സർക്കാരിന് നേരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ബംഗാളി നടി ചില സത്യങ്ങൾ അങ്ങ് വിളിച്ചു പറഞ്ഞതോടെ പഴയ SFI-കാരൻ മുങ്ങിയിരിക്കുകയാണ്. രഞ്ജിത്ത് വയനാട്ടിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയെന്നാണ് വിവരങ്ങൾ. ഇതിനിടെ ഈ റിസോർട്ട് വിവരങ്ങളും പുറത്തു വന്നു. രഞ്ജിത്തിനെതിരായ പ്രതിഷേധം വയനാട്ടിലുമെത്തി. യൂത്ത് കോൺഗ്രസ് റിസോർട്ടിന് കാവലിരിക്കുകയാണ്. CPM CPI നേതൃത്വങ്ങളും രഞ്ജിത്തിന് എതിരായി കഴിഞ്ഞു. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനെ രഞ്ജിത്ത് രാജി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. സർക്കാരിന് മോശമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവെക്കുമെന്നുമാണ് രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. മുൻപ് പലവിധ ആരോപണങ്ങൾ രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അവാർഡ് നൽകലടക്കം ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ അന്നൊന്നും രഞ്ജിത്തിനെ മുഖ്യമന്ത്രി കൈവിട്ടിട്ടില്ല. ഇതേ നിലപാടാണ് ഇപ്പോഴും മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അതായത് രഞ്ജിത്തിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ആരോപണം വന്ന തൊട്ടടുത്ത നിമിഷം തന്നെ രഞ്ജിത്തിൽ നിന്ന് രാജി എഴുതി മേടിക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ മുഖ്യൻ പ്രിയപ്പെട്ടവനെ ഇങ്ങനെ ചിറകിനടിയിൽ സംരക്ഷിക്കുകയായിരുന്നു. ആരോപണം തെളിയിച്ചാൽ മാത്രമേ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കൂ എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. എന്നാൽ സജി ചെറിയാനെ തൂക്കി താഴെയടിച്ചിട്ടുണ്ട് CPM-ലെ തന്നെ നേതാക്കൾ. ഇരയുടെ പരാതി കിട്ടിയാൽ അത് തെളിയിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് വസ്തുതയെന്നിരിക്കെയാണ് സജി ചെറിയാൻ വിവാദ നിലപാടെടുത്ത് രംഗത്ത് വന്നത്. സജി ചെറിയാനുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.